ടെസ്റ്റ് ക്രിക്കറ്റിൽ വെറും 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 1000 റൺസ് തികച്ച താരം. സച്ചിന് പോലും കൈവരിക്കാനാകാത്ത നേട്ടത്തിന് ഉടമ. കളിക്കളത്തിൽ അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയുള്ള ഇടം കയ്യൻ ബാറ്റർ. ടെസ്റ്റിൽ തുടർച്ചയായി 2 ഇരട്ട സെഞ്ചുറികൾ, 54 റൺസ് എന്ന മികച്ച ടെസ്റ്റ് ആവറേജ്. പക്ഷേ 17 മാച്ചുകൾ മാത്രം നീണ്ട ടെസ്റ്റ് കരിയർ. ജന്മദിനത്തിൽ സെഞ്ചുറി കുറിച്ചുവെന്ന അപൂർവ നേട്ടം. ക്രിക്കറ്റ് ദൈവം സച്ചിനൊപ്പം സ്കൂൾ ക്രിക്കറ്റിൽ 664 റൺസിന്റെ ഏറെക്കാലം തകരാതെ നിന്ന റെക്കോർഡ് പാർട്ണർഷിപ്പ് പടുത്തുയർത്തിയ താരം. പിന്നീട് ക്രിക്കറ്റിൽ ഒന്നുമല്ലാതായി തീർന്ന താരം. BCCIക്കെതിരെയും സച്ചിനെതിരെയും ആരോപണങ്ങൾ ഉയർത്തി വിവാദങ്ങൾക്കൊപ്പം വിനോദ് ഗൺപത് കാംബ്ലി എന്ന വിനോദ് കാംബ്ലി. മുംബൈയിൽ കാങ്ക ലീഗ് എന്നറിയപ്പെടുന്ന ഡോക്ടർ HD കാങ്ക മെമ്മോറിയൽ ക്രിക്കറ്റ് ലീഗ് എന്ന ക്ലബ് ക്രിക്കറ്റ് മത്സരമുണ്ട്. ഈ ലീഗിൽ കാംബ്ലിക്ക് അവസരം ലഭിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകനായ കുനാൽ പുരന്തര എഴുതിയ വിനോദ് കാംബ്ലി ദി ലോസ്റ്റ് ഹീറോ എന്ന ജീവചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറും കാംബ്ലിയും ഒരേ സമയത്താണ് ഈ ലീഗിൽ അരങ്ങേറിയത്. ലീഗിൽ കളിക്കുന്ന ഒരു ക്ലബിന്റെ സെക്രട്ടറി വിനോദ് കാംബ്ലിയുടെ പിതാവ് ഗൺപത് കാംബ്ലിയുടെ പരിചയക്കാരനായിരുന്നു. 5 അടിയോളം മാത്രം ഉയരമുള്ള കാംബ്ലിയുമായി ഗൺപത് സെക്രട്ടറിയുടെ അടുത്തെത്തി. ക്ലബിൽ മകനെ കളിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ഗൺപത് എത്തിയത്. 3 മണിക്കൂറോളം സെക്രട്ടറിയുമായി സംസാരിച്ചെങ്കിലും കാംബ്ലിയെ കളിപ്പിക്കാൻ സെക്രട്ടറി തയ്യാറായില്ല. ഫാസ്റ്റ് ബൗളർമാർ വിനോദിനെ എറിഞ്ഞു കൊല്ലുമെന്നും ഒരു കുട്ടിയെ കളിപ്പിച്ചുകൊണ്ട് ടീമിന് റിസ്ക് എടുക്കാൻ സാധിക്കില്ലെന്നും സെക്രട്ടറി പറഞ്ഞു. തൊട്ടടുത്ത ഞായറാഴ്ച കാങ്ക ലീഗ് കളിക്കുന്ന ജോൺ ബ്രൈറ്റ് ക്ലബിന്റെ മത്സരത്തിൽ സച്ചിൻ കളിക്കുന്നത് കാണാൻ ശിവാജി പാർക്കിൽ കാംബ്ലി പോയി. അവിടെ എത്തിയപ്പോൾ സച്ചിന്റെ ടീമിൽ ഒരാൾ കുറവ്. കാംബ്ലിയോട് കളിക്കാനാകുമോ എന്ന് അവർ ചോദിച്ചു. ആ അവസരം കാംബ്ലി പാഴാക്കിയില്ല. ടീമിലെടുക്കാതെ ഒഴിവാക്കിയ ക്ലബിനെതിരെ 80 റൺസുകൾ കാംബ്ലി അടിച്ചുകൂട്ടി. ആ കളിയിൽ സച്ചിൻ വെറും 5 റൺസ് മാത്രമാണ് നേടിയത്. 1996 മാർച്ച് 13 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ക്രിക്കറ്റ് ലോകകപ്പിന്റെ സെമി ഫൈനൽ നടക്കുന്നു. 8 വിക്കറ്റിന് 251 റൺസ് എടുത്ത ശ്രീലങ്കയ്ക്ക് മറുപടി നൽകാൻ ഇറങ്ങിയ മുഹമ്മദ് അസറുദ്ദീന്റെ പടയ്ക്ക് കാലിടറുന്നു. അർജുന രണതുംഗയുടെ കരുത്തരായ ബൗളിംഗ് നിരയുടെ ആക്രമണത്തിൽ ഇന്ത്യയുടെ വിക്കറ്റുകൾ തുടരെ വീഴുന്നു. 7 താരങ്ങൾ റൺസ് ഒന്നും എടുക്കാതെയാണ് പുറത്തായത്. വെറും 22 റൺസിനിടെ വീണത് 7 വിക്കറ്റുകൾ. 65 റൺസ് എടുത്ത സച്ചിൻ വീണതിന് പിന്നാലെ ഇന്ത്യൻ പ്രതീക്ഷകളെല്ലാം പവലിയനിലേക്ക് മടങ്ങി. വലിയ പ്രതീക്ഷകളുമായി ഈഡൻ ഗാർഡൻസിലെത്തിയ ഇന്ത്യൻ ആരാധകർ കോപിച്ചു. അവർ ഗ്രൗണ്ടിലേക്ക് കുപ്പികൾ വലിച്ചെറിഞ്ഞു. ഗ്യാലറിക്ക് തീയിട്ടു. മുത്തയ്യ മുരളീധരൻ ബൗളിംഗിന് ഒരുങ്ങുമ്പോഴേക്കും കാണികൾ അക്രമാസക്തരായി. കളി നിർത്തിവെക്കാൻ മാച്ച് റഫറി ക്ലൈവ് ലോയിഡ് തീരുമാനിച്ചു. ക്രീസിൽ അപ്പോഴുണ്ടായിരുന്നത് 10 റൺസുമായി വിനോദ് കാംബ്ലിയും റൺസ് ഒന്നും എടുക്കാതെ അനിൽ കുംബ്ലെയും. മാച്ച് നിർത്തിവെക്കരുതെന്ന് കരഞ്ഞപേക്ഷിക്കുന്ന കാംബ്ലിയെ അന്ന് ആരാധകർ കണ്ടു. നിർണായകമായ ആ തീരുമാനത്തിലും ആരാധകരുടെ പെരുമാറ്റത്തിലും ദുഃഖിതനായ കാംബ്ലി കണ്ണുനീരോടെയാണ് അന്ന് സ്റ്റേഡിയം വിട്ടത്. സച്ചിൻ ടെണ്ടുൽക്കർ, പ്രവീൺ ആമ്രെ, ബൽവീന്ദർ സിംഗ് സന്ധു, അജിത് അഗാർക്കർ തുടങ്ങിയവരുടെ ഗുരുവായ രമാകാന്ത് അച്രേക്കറുടെ ശിക്ഷണത്തിലാണ് കാംബ്ലിയുടെയും തുടക്കം. 1988 സച്ചിനൊപ്പം സ്കൂൾ ക്രിക്കറ്റിൽ പടുത്തുയർത്തിയ റെക്കോർഡ് 18 വർഷത്തോളം തകരാതെ നിന്നു. സെയിന്റ് സേവിയേഴ്സ് സ്കൂൾ ഫോർട്ടിനെതിരെ നടന്ന ഹാരിസ് ഷീൽഡ് ട്രോഫി സെമി ഫൈനൽ മത്സരത്തിൽ ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളിന് വേണ്ടി 664 റൺസാണ് ഇരുവരും ചേർന്ന് സ്കോർ ചെയ്തത്. കാംബ്ലി 349 റൺസ് എടുത്തപ്പോൾ സച്ചിന്റെ സംഭാവന 315 റൺസ്. കോച്ച് അച്രേക്കറിന്റെ നിർദ്ദേശമനുസരിച്ച് ഇരുവരും ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ സ്കോറായി മാറുമായിരുന്നു. 1989 തന്റെ 16-ാം വയസ്സിൽ സച്ചിൻ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറിയപ്പോൾ കാംബ്ലി 91 വരുന്നത്. സച്ചിനേക്കാൾ പ്രതിഭാശാലി എന്ന് ആരാധകർ വാഴ്ത്തിയ ഇന്നിംഗ്സുകളായിരുന്നു കാംബ്ലിയുടേത്. വെറും 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 1000 റൺസ് തികച്ചുകൊണ്ട് കാംബ്ലി സച്ചിനോ ക്രിക്കറ്റ് മഹാരഥന്മാർക്കോ സാധിക്കാത്ത അപൂർവ നേട്ടം സ്വന്തം പേരിൽ കുറിച്ചു. 3ാമത്തെ രാജ്യാന്തര ടെസ്റ്റിൽ ഡബിൾ സെഞ്ചുറി. വാങ്കഡെ സ്റ്റേഡിയത്തിലായിരുന്നു അത്. ഇംഗ്ലണ്ടിനെതിരെ 224 റൺസ്. സിംബാബ്വേക്കെതിരായ അടുത്ത ടെസ്റ്റിൽ 227 റൺസ് എടുത്തുകൊണ്ട് 2ാം ഡബിൾ സെഞ്ചുറി. പിന്നാലെ ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ 125ഉം 120ഉം റൺസുകൾ. 3 രാജ്യങ്ങൾക്കെതിരെ തുടർച്ചയായ 3 ഇന്നിംഗ്സുകളിൽ 3 ടെസ്റ്റ് സെഞ്ചുറികൾ നേടുന്ന താരമായി കാംബ്ലി ഇതോടെ മാറി. പക്ഷേ കാംബ്ലിയുടെ ടെസ്റ്റ് കരിയർ കൂടുതൽ നീണ്ടില്ല. വെറും 17 ടെസ്റ്റുകൾ മാത്രം കളിച്ച് 23ാം വയസ്സിൽ ടെസ്റ്റിൽ നിന്ന് അദ്ദേഹം വിട പറഞ്ഞു. 1084 റൺസാണ് ആകെ സമ്പാദ്യം. 104 വൺഡേ മത്സരങ്ങളിൽ നിന്ന് 2477 റൺസും നേടി. 14 അർദ്ധ സെഞ്ചുറികളും 2 സെഞ്ചുറികളും ഏകദിനത്തിൽ അദ്ദേഹം കുറിച്ചു. ഇടം കൈകൊണ്ട് അനായാസം സ്ട്രോക്ക് പ്ലേ നടത്താനുള്ള കഴിവും സ്പിൻ ബൗളർമാരെ അടിച്ചു പറത്തുന്ന ശൈലിയുമൊക്കെയായിരുന്നു കാംബ്ലിയുടെ സെല്ലിംഗ് പോയിന്റ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് വൈരം അതിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ കളിച്ച മാച്ചുകളിലെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവും ആരാധകരുടെ പ്രീതി നേടി. സച്ചിൻ കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കാംബ്ലി വളരെ സ്റ്റൈലിഷായി ക്രീസിലെത്തി. അച്ചടക്കത്തിന്റെ പ്രതിരൂപമായി സച്ചിൻ വാഴ്ത്തപ്പെട്ടപ്പോൾ അതിന് നേരെ വിപരീത ദിശയിലായിരുന്നു കാംബ്ലിയുടെ സഞ്ചാരം.
1996 ലോകകപ്പ് സെമി കാംബ്ലിയുടെ ക്രിക്കറ്റ് ജീവിതത്തിലും ഒരു വഴിത്തിരിവായി മാറി. കണ്ണുനീരണിഞ്ഞ് കളം വിട്ട കാംബ്ലിയിൽ നിന്ന് പിന്നീട് ക്രിക്കറ്റിന് കാര്യമായൊന്നും ലഭിച്ചില്ല. പേസർമാരെ കൂച്ചുവിലങ്ങിടുന്ന കാംബ്ലിയുടെ ടെക്നിക്ക് പരാജയപ്പെടാൻ തുടങ്ങി. പരിക്കുകൾ പലപ്പോഴും ടീമിലെ പൊസിഷനെ ബാധിച്ചു. ഓൾറൗണ്ടർമാരെയും ഫിനിഷർമാരെയും തേടിക്കൊണ്ടിരുന്ന സെലക്ടർമാർ പലപ്പോഴും കാംബ്ലിയെ അവഗണിച്ചു. കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നിലും സ്വയം തെളിയിച്ച് കാണിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹം നീങ്ങി. ഇതിനെല്ലാം ഇടയിൽ കാംബ്ലി സാവധാനമായി പിച്ചിൽ നിന്ന് ഇല്ലാതെയായി. ഒടുവിൽ റിട്ടയർമെന്റ്. ആദ്യ വിവാഹം തകർന്നതും ആഡംബര ജീവിതം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് നയിച്ചതുമൊക്കെ ടാബ്ലോയിഡുകൾക്ക് വാർത്തയായി. കാംബ്ലിയുടെ മദ്യപാനശീലവും വാർത്തകളിൽ നിറഞ്ഞു. കഴിഞ്ഞ വർഷം മദ്യലഹരിയിൽ ഭാര്യയെ കാംബ്ലി മർദ്ദിച്ചതും വലിയ വാർത്തയായിരുന്നു. 2009 BCCIക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് കാംബ്ലി വാർത്തകളിലെത്തിയിരുന്നു. സെലക്ഷനുകളിൽ BCCI പക്ഷപാതിത്വം കാട്ടുന്നുവെന്നായിരുന്നു കാംബ്ലി ആരോപിച്ചത്. 96 ലോകകപ്പ് ടീം സെലക്ഷനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു. സെമി ഫൈനലിൽ ടോസ് കിട്ടിയാൽ ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു തീരുമാനിച്ചതെന്നും ടോസ് കിട്ടിയപ്പോൾ ഫീൽഡ് ചെയ്യുകയായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. അതോടെ സച്ചിൻ അടക്കമുള്ളവരിൽ നിന്ന് കാംബ്ലി അകന്നു. തന്നെ സഹായിക്കാൻ സച്ചിന് കഴിയുമായിരുന്നെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ലെന്ന് കാംബ്ലി വിളിച്ചു പറഞ്ഞു. BCCI തന്നെ ഒഴിവാക്കുന്നതിന് കാരണം തന്റെ ജാതിയും നിറവുമാണെന്നും കാംബ്ലി തുറന്നടിച്ചു. സച്ചിൻ വളർന്നപ്പോൾ അതിന്റെ നിഴലിലായിപ്പോയ പ്രതിഭയായി കാംബ്ലിയെ കാണുന്നവരുണ്ട്. ടീമിൽ സച്ചിന് ലഭിച്ചിരുന്ന പരിഗണനകൾ കാംബ്ലിക്ക് ലഭിച്ചില്ലെന്ന് പറയുന്നവർ. ലെഗ് സൈഡിൽ വരുന്ന ബോളുകളെയും ഷോർട്ട് ബോളുകളെയും നേരിടുന്നതിലും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുന്നതിലും പോരായ്മകൾ കാംബ്ലിക്കുണ്ടായിരുന്നു. സച്ചിനും ബാക്ക് ഫുട്ടിൽ കളിക്കുന്നതിൽ ചില പിഴവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് പരിഹരിക്കാൻ താല്പര്യമെടുത്തവർ ഏറെയായിരുന്നു. ഒരുപക്ഷെ സച്ചിനെ പോലെ ക്രിക്കറ്റിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാംബ്ലിക്കും വളരാമായിരുന്നുവെന്ന് വിമർശിക്കുന്നവരാണ് ഏറെയും. മദ്യത്തിനടിമയായ കാംബ്ലി തന്റെ കരിയർ നശിപ്പിക്കുകയായിരുന്നുവെന്നാണ് ആ വിമർശകർ പറയുന്നത്. 14 തവണ കാംബ്ലി റീഹാബിലിറ്റേഷൻ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്ന് അടുത്ത സുഹൃത്തായ മുൻ അമ്പയർ മാർക്കസ് കൂറ്റോ വെളിപ്പെടുത്തിയത് ഈയിടെയാണ്. നടക്കാൻ പോലും ആകാതെ അവശനായ കാംബ്ലിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് അദ്ദേഹം വീണ്ടും ചർച്ചയിലെത്തിയത്. അച്ഛരേക്കറെ സ്മരിക്കുന്ന ചടങ്ങിൽ സച്ചിന്റെ കൈ പിടിച്ചു നിൽക്കുന്ന കോച്ചിന്റെ ഓർമ്മയിലും സച്ചിനുമായുള്ള സൗഹൃദം ഓർമ്മിച്ചുകൊണ്ടും പാട്ടുപാടുന്ന കാംബ്ലിയെയും വൈറലായ വീഡിയോയിൽ കണ്ടു. ചികിത്സയ്ക്ക് കാംബ്ലി തയ്യാറാണെങ്കിൽ പണം മുടക്കാൻ തയ്യാറാണെന്ന് സന്ധുവും കപിലും പറഞ്ഞതായി വാർത്തകൾ വരുന്നു. അച്ചടക്കമില്ലായ്മയാണ് കാംബ്ലിയെ ഈ അവസ്ഥയിലെത്തിച്ചതെന്ന് കുറ്റപ്പെടുത്തുന്നവർ ഏറെയാണെങ്കിലും കാംബ്ലി എന്ന പ്രതിഭയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അയാൾക്ക് കാര്യമായ പരിഗണന കൊടുക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യം ബാക്കിയാണ്.